ഈ ചോദിക്കൂ ഉത്തരം പറയാം എന്ന് പറയുന്ന ഒരു പങ്ക്തിയിൽ ഒരാൾ ചോദിച്ച ചോദ്യം ഞാൻ വായിക്കാം. അസ്സലാമു അലൈക്കും. താങ്കൾ കേരള സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളും ചർച്ചയ്ക്കെടുക്കുമ്പോൾ ന്യൂജൻസ് എന്ന പുതിയ തലമുറ രാഷ്ട്രീയ വിഷയങ്ങൾ 1% പോലും ശ്രദ്ധിക്കാതെ പ്രതികരണശേഷിയില്ലാത്ത ഒരു കൂട്ടം ചപ്പ് ചവറുകളെപ്പോലെ, കടുത്ത പദപ്രയോഗമാണ്, അവരുടെ ഏതോ ഒരു ലോകത്ത് മാത്രം ജീവിച്ച് തീർക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും പറയാത്തതെന്തേ? യൂസുഫ് പച്ചിലമ്പാറ, ഉപ്പള, കാസർഗോഡ്. ഇത് ഞാനൊറ്റയ്ക്ക് ഈ ദൈനംദിനം ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഒരാളല്ല പുതിയ തലമുറയിലെ. അതുകൊണ്ടാണ് എന്നോടൊപ്പം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ കൂടിയായ പ്രിയപ്പെട്ട സുനിൽകുമാർ സാറിനെയും കൂടെ ഞാനിതിന് വിളിച്ചിരുത്തിയത്. എന്താ സാറേ ഈ പറയുന്നത്? പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങൾ ഉണ്ട്. എന്നാലും നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ കുട്ടികൾ അങ്ങനെ നിഷ്ക്രിയരൊന്നുമല്ല. ഒരു കാര്യം കണ്ടിട്ട് മിണ്ടായിരിക്കുകയോ അനങ്ങാതിരിക്കുകയും ചെയ്യുന്നവരല്ല. അവരത് ശരിക്കും ഒരു വിഭാഗവും കുട്ടികൾ എല്ലാ കാലത്തും, പഴയ കാലത്തായാലും നമ്മളുടെ കാലത്തായാലും നിഷ്ക്രിയമായിട്ടുള്ളവരുണ്ട്. പക്ഷെ പുതിയ തലമുറ എല്ലാവരും അങ്ങനെയല്ല. അത് വളരെ കാര്യമായിട്ടത് വീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വളരെ കാര്യമായിട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ തലമുറയിലെ ആളുകളോട് ഇപ്പോൾ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരാ, ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാന്നൊക്കെ ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞ പോലെ അത്രയും പിള്ളേർ ഈ പത്രവായനയോ അല്ലെങ്കിൽ അത്തരം ലോകത്തോ കഴിയുന്നവരാണോ? അത് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ കുറേ പേര് മാറിയിട്ടുണ്ട്. ഈ പത്രവായനയിൽ അകന്നു പോയിരിക്കുന്നു. എന്നാൽ കുറച്ച് പേര് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം ഈ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളിലൂടെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്നുള്ളതാണ്. അത് ശേഖരിക്കുന്നുണ്ട്, അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ യൂസുഫിൻ്റെ വാദത്ത്, ഈ ഇദ്ദേഹം ഉന്നയിച്ച വാദത്തിനൊരു മറുവാദം പറയുന്നവരുണ്ട്. അതായത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഈ പുതിയ തലമുറയിൽപ്പെട്ടവരൊക്കെ ചപ്പ് ചവറ് പോലെയെന്നാണ് പറഞ്ഞത്. എന്നാൽ കുറേ ആളുകൾ അല്ലാതെ പറയുന്നുണ്ട്, ഈ നമ്മുടെയൊക്കെ പ്രായത്തിൽപ്പെട്ട ഈ തലമുറയാണ് ചപ്പ് ചവറ്, ഈ വർഗീയതയും ഈ പറയുന്ന ഇതും അതും ഇതൊക്കെ ഉള്ള പുതിയ പിള്ളേർ ഇതിനൊക്കെ വളരെ നല്ലവന്മാരാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യമുണ്ട്, നമ്മൾ പ്രളയകാലത്ത് കണ്ടതാണ്. ചെറുപ്പക്കാരല്ലായിരുന്നോ അതിനകത്ത് മുൻകൈ എടുത്ത് സാധനങ്ങൾ ശേഖരിക്കാനും വണ്ടികളിൽ ഈ ക്യാമ്പുകളിൽ എത്തിക്കാനും ഒക്കെ മുൻകൈ എടുത്ത് നമ്മൾ കണ്ടതാണ്. കോവിഡിൻ്റെ കാലത്ത് നമ്മളത് കണ്ടതാണ്. ഒരാവശ്യം വരുന്ന സമയത്താണ് അവർ ഇതിനു വേണ്ടി ഇറങ്ങുക. പക്ഷെ ഇവർക്ക് വൈകാരികത ഇല്ല എന്നുണ്ട്. അത് നമുക്ക് തോന്നുന്നതാവാമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ അതൊരു തോന്നലാവാം. അതൊരു സാഹചര്യത്തിനനുസരിച്ച് അവർ പരുവപ്പെട്ട് വരുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതെ, ഈ ഇവരുടെ ഈ വൈകാരികതയും ഒരു സ്വാഭാവിക ചിന്തയും ഒക്കെ നശിപ്പിക്കുന്ന നമ്മളീ പറയുന്ന സിന്തറ്റിക്കായ പല വസ്തുക്കളും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന മൊബൈൽ ഫോണൊന്നും നമ്മുടെ കാലത്തില്ലായിരുന്നു. നമുക്ക് തിരിച്ചു കയറി വരാൻ എളുപ്പമായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കിണറി വീഴുന്ന ആളുകൾ തിരിച്ചു കയറി വരാനൊരു വടവോ കയറോ ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ അത് ബ്രേക്കായി കിടക്കുക. ഈ സർഗാത്മകതയുടെ ലോകത്തേക്ക് കുട്ടികൾ വലുതായിട്ട് വരുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. എന്നാൽ അത് മറികടക്കാൻ വേണ്ടി സർക്കാരായാലും അധ്യാപകരായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇതിനകത്ത് എല്ലാവരും എത്തി വരുന്നില്ല. സാറേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പൊതുവിലൊരു ക്യാമ്പയിനായി പറയുന്നതല്ലാതെ നമ്മളൊരിടത്ത് ഇരുന്ന് ഒരു ചിരട്ട കൊണ്ട് ഇങ്ങനെ കുഴിച്ച് നോക്കിയാൽ എൻ്റെ ഒരു ചിന്ത അങ്ങ് അത്രമേൽ ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ ആ അസുഖത്തിനുള്ള മരുന്നാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം. ഒരു പരിധി വരെ അത് ശരിയാകും. എന്നാൽ ഒരു പരിധിക്കപ്പുറം കുറെ കുട്ടികളെ നമ്മളതിനകത്ത് എത്തിപ്പെട്ടുന്നില്ല. എപ്പോഴും അവർ ഡൗൺ റോഡനായിട്ടുള്ള അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന, മാറി നിൽക്കപ്പെടുന്ന വിഭാഗത്തിലുള്ള കുട്ടികൾ അങ്ങനെ എല്ലാത്തിലേക്കും വരാറില്ല. അപ്പോഴും ആ സാമൂഹിക സാഹചര്യം അങ്ങനെ നിലവിലുണ്ട്. സാറേ, അതിൽ തന്നെ വേറൊരു കാര്യമുള്ളത്, ഈ പണ്ടത്തെ കാലത്ത് ഈ യുവജന പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ SFI, KSU അല്ലെങ്കിൽ ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഈ കുട്ടികളുടെ ഒരു ക്വാളിറ്റേറ്റീവ് നേച്ചറിനെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. വായനക്കാരാവുക, എഴുത്തുകാരാവുക, മറ്റേത്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നെറ്റ്വർക്കിങ്ങും ഒരു വളയവും ഒക്കെ അന്നത്തെ കാലത്ത് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ട് താനും. അവർക്ക് ഇവരെ ഒന്നും ആ രീതിയിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ലെന്നുള്ള ഒരു പരിമിതി അവർക്കുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടികളെ അവരിലേക്ക് ആകർഷിക്കാനുള്ള മാർഗങ്ങളിലേക്ക് അവർ വരുന്നില്ല എന്നുള്ള വിഷയമുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾക്ക് അതിൻ്റെ ഒരു സംഗതിയുണ്ട്, പരിമിതിയുണ്ട്. പിന്നെ ഈ അച്ചടക്കത്തിൻ്റെ വിഷയം സംസാരിക്കുമ്പം പൊതുവിലെല്ലാവരും പറയുന്ന, എനിക്കറിയില്ല, പൊതുവിലെല്ലാവരും പറയുന്ന ഒരു വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളുകളൊക്കെ ഒരുപാട് എന്താ പറയുന്നത്, ഈ വിമൺ എംപവേർഡായിപ്പോയി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. എന്ന് പറഞ്ഞാൽ സാറന്മാരുടെ കൂടുതൽ അധ്യാപികമാരായി. അപ്പോൾ അധ്യാപികമാർ കൂടുതലായതോടുകൂടി ഈ എന്താ പറയുന്നത് ഒരു അതോറിറ്റേറ്റീവ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അത്തരം ഒരു കൺട്രോൾ സ്കൂളിൻ്റെ ഒരുപാട് കുറഞ്ഞു എന്നാണ് പറയുന്നത്. അതിൽ കാര്യമില്ല. കാരണം നമ്മുടെ ഇപ്പോൾ വീട്ടിലായാലും നമ്മൾ എത്രയോ വീടുകളിൽ അമ്മമാരെ കുട്ടികളെ വളർത്താറുണ്ട്, ശരിയല്ലേ? അവിടെയും വലിയ കുഴപ്പമൊന്നും വരാറില്ല. അപ്പോൾ അമ്മമാരുടെ സ്ഥാനത്ത് ടീച്ചർമാർ വരുന്നു. എനിക്ക് തോന്നുന്നു അധ്യാപകരെക്കാൾ കുറേ കൂടെ കാര്യമായിട്ട് ഈ കുട്ടികളെ സ്നേഹത്തോടെയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും കണ്ടിടപെടാനും കഴിയുന്ന സ്ത്രീകളായിട്ടുള്ള, അതായത് അധ്യാപികമാർക്ക് തന്നെയാണ്. അവർക്ക് അതിനൊക്കെയുള്ള സമയം കിട്ടുന്നുണ്ട്. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പഴയ സ്കൂളിൽ നിന്നുള്ള കൺസെപ്റ്റ് മാറിക്കഴിഞ്ഞു.
സ്കൂളിംഗ് എന്നുള്ള കൺസെപ്റ്റിൽ ഒരുപാട് വ്യത്യാസം വന്നു കഴിഞ്ഞു. അപ്പോൾ അധ്യാപകർ ആ രീതിയിലേക്ക് പരുവപ്പെട്ട് വരുന്നുണ്ട്. എല്ലാവരും വന്നോന്ന് ചോദിച്ചാൽ ഇല്ല. അതിൻ്റെയാണ് ചില പ്രശ്നങ്ങൾ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നത്. പക്ഷേ ഇതിനകത്തും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ സ്കൂളെടുത്ത് നമ്മളിത് നോക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു അധ്യാപികയ്ക്ക് ഈ സ്കൂളിനകത്തൊക്കെ ഒരുപാട് ചക്കളത്തി പോരാട്ടങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ പല സ്ഥലത്തും ഇപ്പോൾ സാറ് പറയും എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് പറയും. പക്ഷേ ചില സ്ഥലത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ടേബിളിൻ്റെ ചുറ്റിനും നിൽക്കുന്ന നേഴ്സും ഡോക്ടറുടെ ചക്കളത്തി പോരാട്ടം നടന്ന രോഗി മരിച്ചു പോകും. എന്നാൽ ഇത് മാർക്കറ്റിൽ നടക്കും, രാഷ്ട്രീയ യോഗത്തിൽ നടക്കും. പക്ഷേ ഒരു സ്കൂളിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 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 ഗുണപരമല്ലാത്തൊരു സ്ഥിതിവിശേഷം പലയിടത്തും ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. മനുഷ്യർ കൂടുന്നിടത്തല്ല ഇങ്ങനെയൊക്കെയുള്ള എതിരഭിപ്രായങ്ങൾ, അതായത് തെറ്റിദ്ധാരണകൾ, ഒരാളെ മറ്റാളെ അംഗീകരിക്കാത്ത വിഷയങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. അതൊരു ഈഗോ വിഷയം തന്നെയാണ്. പക്ഷേ എന്നാൽ അതൊക്കെ മറികടന്നുകൊണ്ട് പൊതുവായൊരു കാര്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ ഒന്നായിട്ട് നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ CBSE സ്കൂളുകളെന്നും പറഞ്ഞ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഭയങ്കര ഫീസ് സ്കൂളിൽ കൊടുക്കുന്നത് കൂടാതെ അതിനേക്കാൾ ഫീസ് പുറത്ത് കൊടുത്ത് പഠിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സ്കൂളിലെ ഒരുപാട് സമയം നമ്മൾ സർക്കാർ സ്കൂളിൽ ഒരുപാട് സമയം പൊതുവിദ്യാലയത്തിൽ ചിലവഴിക്കുകയും എന്നാൽ ആ സബ്ജക്റ്റിനെല്ലാം പുറത്ത് പാരലായി ട്യൂഷന് പോയി ഓരോ സബ്ജക്റ്റിനും 8,000, 10,000, 12,000 വീതം കൊടുത്ത് പഠിപ്പിക്കുന്ന പേരൻറ്റ്. പിന്നെ ഈ പൊതുവിദ്യാലയങ്ങളിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ സാർ അംഗീകരിക്കത്തില്ലെങ്കിലും ഈ പറഞ്ഞ സിന്തറ്റിക് മെറ്റീരിയൽസിൻ്റെയും ബാക്കി പല വസ്തുക്കളുടെയും കടന്നുകയറ്റം മൂലം അച്ചടക്കം നഷ്ടപ്പെടുന്ന കാലത്ത് ഒരു 5ാം ക്ലാസ്സോ 4ാം ക്ലാസ്സോ കഴിയുമ്പോൾ ഒരു പ്രീ സ്കൂളിങ്ങോ അല്ലെങ്കിൽ സ്കൂളിങ്ങോ കഴിയുമ്പോൾ ഒരു രക്ഷകർത്താവ് ഞങ്ങളുടെ കുട്ടിക്ക് ബുക്ക് തരൂ, പുസ്തകം തരൂ, പരീക്ഷ എഴുതാൻ അവസരം തരൂ, ഞങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പഠിപ്പിച്ചോളാം, ഞങ്ങൾ വളർത്തിക്കോളാം, കാരണം ഞങ്ങൾക്ക് ആകെ 1 ഉള്ളൂ അല്ലെങ്കിൽ 2 ഉള്ളൂ, അതിനെ ഞങ്ങൾ വളർത്തിക്കോളാം. ഇപ്പോഴും ഈ പറയുന്ന 3 സ്ഥലത്തും മാനേജ് ചെയ്യുക, രാവിലെ കൊണ്ടുവന്നിടത്ത് വിടുക, ഉച്ചയ്ക്ക് പോയി വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ ഇതിന് പകരം അതിനനുസരിച്ച് മാനേജ് ചെയ്യുന്നൊരു കാലം വന്നാൽ ഈ സ്കൂളിൻ്റെ നിലനിൽപ്പ് അപകടത്തിലല്ലേ? അല്ല, അതൊരു കാലത്തിന് ശേഷം പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട പല വിദ്യാഭ്യാസ ചിന്തകരും പറയുന്നുണ്ട്, ഒരു കാലത്തിന് ശേഷം സ്കൂളിംഗ് എന്നുള്ള ഇന്നത്തെ ഒരു രൂപത്തിലായിരിക്കത്തില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ചിലപ്പോൾ സ്കൂളുകൾ തന്നെ ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. കാരണം മീഡിയകൾ ഒരുപാട് ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് വിവരങ്ങൾ കുട്ടികൾക്ക് കിട്ടും, ഡയറക്റ്റായിട്ട് തന്നെ കിട്ടും. ചോദ്യങ്ങൾ ചോദിക്കുക, അപ്പോൾ തന്നെ മറുപടി കിട്ടും, ആ രീതിയിലേക്ക് വരും. പക്ഷെ അത് ഉടനൊന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അവർക്കുമില്ല. ഒരു 20 വർഷത്തിനോ 30 വർഷത്തിനോ ശേഷമുള്ളൊരു കാലത്ത് സ്കൂളുകൾ തന്നെ ഇല്ലാതാകും എന്നുള്ളത് അത് എലോൺ മസ്കിനെ പോലൊക്കെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സ്മാർട്ട് ഫോണുകളുടെ വരവ്, അത് സ്മാർട്ട് ഫോണുകൾ ഇല്ലാതായിട്ട് വേറെ സിസ്റ്റം വരും, ആ ക്ലാസ് മുറികൾ ഇല്ലാതാകും. അപ്പോൾ നമുക്ക് കുറെ കൂടെ വ്യത്യസ്തമായ ലോകം ഉണ്ടാകും. ഇതിപ്പം സർക്കാർ ഇതിനകത്തൊരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ഒരു ഫ്രീ എഡ്യൂക്കേഷൻ, നമ്മൾ ഈ ഫ്രീ സോഫ്റ്റ്വെയർ പോലെ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ ഒരു നയം രൂപീകരിക്കുകയും ചെയ്താൽ ഇത് 20 വർഷമൊന്നും പോകില്ല. അതെ, സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്കൊരു കുതിച്ചുചാട്ടം ടെക്നോളജിയുടെ രംഗത്ത് നമുക്കുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാകാമെന്നുള്ളത് പ്രതീക്ഷിക്കാം. മാറുന്നതനുസരിച്ച് നമ്മുടെ സംവിധാനങ്ങളെല്ലാം മാറേണ്ടി വരും. പണി പോകും. പണി പോകാനുള്ള സാധ്യത കുറവാണ്. അധ്യാപകരൻ എവിടെയെങ്കിലും ഡിജിറ്റൽ രൂപത്തിൽ വരുന്ന സംവിധാനത്തിൽ ഒരു അധ്യാപകന്റെ ആവശ്യം അധ്യാപകന്റെ ആവശ്യം വരും. പക്ഷേ ആ അധ്യാപകൻ എന്ന് പറയുന്നത് ഇതുപോലെ ക്ലാസ് മുറിക്കകത്തോ പള്ളിക്കൂടത്തിന്റെ മതിലിനകത്തോ വേണ്ടി വരത്തില്ല. ഈ രൂപത്തിൽ അങ്ങോട്ട് വരണ്ട, ഈ രൂപത്തിലായിരിക്കത്തില്ല, ഈ രൂപത്തിലായിരിക്കില്ല. പക്ഷെ അവിടെയും നമുക്കൊരു പക്ഷേ ഈ ഡിജിറ്റൽ ഡിവൈഡ് പോലുള്ള വിഷയങ്ങൾ ഉണ്ടാകും. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ പല കുട്ടികളും ഈ പറയുന്നത് എല്ലാ കുട്ടികളും ഉണ്ടോന്നറിയാം, സാറിൻ്റെ മക്കളോട് ചോദിച്ചാൽ പറയും ഈ ക്ലാസ്സിലുള്ള കുട്ടികളുണ്ട്. ഇപ്പം പരീക്ഷയുടെ ദിവസമായി കഴിഞ്ഞാൽ അവർ പിന്നെ പറയുന്നത് ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് സ്കൂളിൽ പോകുന്നില്ല, വീട്ടിൽ ഇരുന്ന് പഠിക്കുകയെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചോദിക്കുക എന്താ സ്കൂളിൽ പോകണ്ടായിട്ട് പഠിക്കുന്നത്? ഒരു കാര്യമില്ല, ചുമ്മാതെ അവിടെ പോയിരുന്നത് കളയുക, എനിക്ക് ഇവിടെ ഇരുന്ന അത്യാവശ്യം പഠിക്കുക എന്നും വെറുതെ പറയുമല്ല, അവനത് പ്രൂവ് ചെയ്യുക. പഠിച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്നാണ് വായിച്ചത്, എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, അത് നോക്കുന്നു, ഇത് നോക്കുന്നു, ഇൻ്റർനെറ്റ് നോക്കുന്നു, ആൻസർ കീ വാങ്ങുന്നു. ഇതാണൊരു സമ്പ്രദായം. എല്ലാത്തിൻ്റെയും ട്യൂട്ടോറിയൽസ് ഉണ്ട്, എല്ലാത്തിൻ്റെയും സംഗതികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ എവിടെ കണക്ക് പഠിക്കുന്ന കുട്ടികളും ഇപ്പം നമ്മൾ തമ്മിലിരുന്ന് സംസാരിക്കുമ്പോൾ കരുനാപ്പള്ള അനൗണ്ട് എടുത്ത് കണക്ക് പഠിക്കുക. അപ്പം ഈ പറയുന്ന ആ കണക്കിൻ്റെ പീരീഡ് വെറുതെ ക്ലാസ്സിലിരിക്കുന്നതിന് പകരം ആ കുട്ടി യഥാർത്ഥത്തിൽ സ്വതന്ത്രനായി ലൈബ്രറിയിൽ പോയിരുന്ന് വേറെ വല്ലതും വായിച്ചിട്ട് ഈ ട്യൂഷൻ സെൻറ്ററിൽ പോയാൽ മതി. അതിന് നമ്മൾ പഴയ കാലത്ത് കോളേജുകളിലൊക്കെ ഉണ്ടായിരുന്ന സൗകര്യമുണ്ട്, ലൈബ്രറി, അതുപോലെ തന്നെ സ്പോർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും ലിമിറ്റേഷൻ വരുന്നുണ്ട്. അതൊരു സത്യം തന്നെയാണ്. നമ്മൾ കുട്ടികളെ നമുക്ക് ആ രീതിയിലേക്കൊന്നും കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ള വിഷയം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഞാനങ്ങ് സാറിന് വാരിത്തന്ന് ഞാനങ്ങ് കുഴയുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് എൻ്റെ ഒരു ചിന്ത എന്താ പറയുക, ഈ സാറിന് ഞാൻ വാരിത്തരുന്നതുകൊണ്ടാണ് ഇത് ചിന്തിക്കുന്നത് മൊത്തം. ഇത് വാരിത്തരുന്നവന് ഈ ഞാൻ വാരിത്തരുന്ന സാധനത്തിൻ്റെ
കയ്പ് കൊണ്ട് അവന് വേണ്ട ഈ സാധനം. നമ്മളത് പറയല്ല, അധ്യാപകനിൽ നിന്ന് മാത്രമല്ല അറിവ് ആർജിക്കുന്നത്, പല മാധ്യമങ്ങളിൽ നിന്നും ആർജിക്കാം, അത് സതീർത്ഥ്യരിൽ നിന്നും ആർജിക്കാം. പറയത്തില്ലേ, ക്ലാസ് മുറിയിൽ അധ്യാപകരില്ലാത്ത സമയത്താണ് ഞങ്ങൾ കൂടുതൽ അറിവ് നേടിയത് എന്ന് പറയുന്ന വിദ്യാർത്ഥികളുണ്ട്. ആ ഇന്റർവെല്ലുകളാണ് ഞങ്ങളെ ജീവിക്കാൻ പഠിപ്പിച്ചത് എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത് പിന്നീട് ഉള്ളൊരു കാലത്തും അവർ ആ വിദ്യാഭ്യാസ പ്രക്രിയ തുടരുകയാണ് കുട്ടികൾ. അല്ല, ക്ലാസ് മുറിയിൽ നിന്ന് മാത്രമല്ല ആർജിക്കുമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും. അപ്പോൾ ഈ യൂസുഫിൻ്റെ ആശങ്കയ്ക്ക് സാറിൻ്റെ മറുപടി എന്താ? യൂസുഫ് വളരെ കൃത്യമായിട്ടാണ് ചോദിച്ചത്. ഈ 1% പോലും കുട്ടികൾക്ക് ഒരു രാഷ്ട്രീയ ബോധമില്ലാതെ വേറെ ഏതോ ലോകത്ത് എങ്ങനെയോ സഞ്ചരിക്കുന്ന ഒരു സംഗതിയിലേക്കാണ് കാലം പോകുന്നത്. അത് മാറ്റമുണ്ട്. വിദ്യാർത്ഥികൾ പഴയ പോലെ രാഷ്ട്രീയത്തിലോ മറ്റു കാര്യങ്ങളിലോ തൽപരരല്ല എന്നുള്ളത് ഒരു ശരി തന്നെയാണ്. അതിന് കാരണം ഒരു പക്ഷേ അവർ ചുറ്റുപാടിനെ നിരീക്ഷിക്കുന്നതുകൊണ്ടായിരിക്കാം. നന്നായിട്ട് അവർ നിരീക്ഷിക്കുന്നുണ്ട്, ഇന്ത്യ കാണുന്നുണ്ട്, അല്ലെ ഇന്ത്യയിലെ യുവാക്കൾ കാണുന്നുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനം അവരിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷെ അവർ അനങ്ങാതിരിക്കുന്നവരല്ല. അതിൻ്റെ ഒരു അവസരം വരുമ്പോൾ ഈ ജെൻസി പോലെ എല്ലാവരും കൂടെ ചാടി ഇറങ്ങുമായിരിക്കും. അതൊന്നും ഇന്ത്യയിൽ ഉണ്ടാവാൻ വഴിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞ ജനാധിപത്യ രാജ്യം എല്ലാ കാലത്തും നോക്കിക്കോളൂ. ഇന്ത്യയിലെല്ലാം ജനാധിപത്യമായിട്ടല്ലേ പോയിക്കൊള്ളത്. അപ്പോൾ അങ്ങനെ നിലനിൽക്കാനും കഴിയുള്ളൂ ഇന്ത്യക്ക്. ഇന്ത്യയുടെ ഒരു അതങ്ങനെയാണല്ലോ, വൈവിധ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംസ്കാരം തന്നെയാണ്. അപ്പം അങ്ങനെ ഇന്ത്യ പോകും. ഇന്ത്യ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും, ജനാധിപത്യ രാജ്യമായിട്ട് തന്നെ തുടരുകയും. പക്ഷേ ഇതിനകത്തൊരു കാര്യമുള്ളത്, ഇതിൽ നല്ലൊരു ശതമാനം പേർക്കും കാനഡയോ UK യോ അമേരിക്കയോ ജനാധിപത്യമായി തുടർന്നാൽ മതിയെന്നുള്ളത് അവരുടെ ആഗ്രഹം. എന്താ വെച്ചാൽ ഇവിടെ നിന്ന് പോവല്ലേ അവർ. എന്തുകൊണ്ടാണ് നമ്മുടെ വലിയ ആഗ്രഹങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു, വലിയതായിട്ട് സ്വപ്നം കാണാൻ പറഞ്ഞു, എന്നിട്ട് വലിയ സ്കൂളുകളിൽ വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിച്ചു. പിന്നെ അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ വിദേശത്തേക്ക് പോയി. അതിന് വേണ്ടുന്ന ഇവിടെ അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചറോ വലിയ വിദ്യാഭ്യാസം നൽകുന്ന സംവിധാനങ്ങൾ ഇല്ലാതാനും. അല്ല, ഒരു പക്ഷേ കുറെ കൂടെ നല്ലത് അവർക്ക് കിട്ടുന്നുണ്ടാവും അവിടെ. ഇത്തവണ നോബൽ പ്രൈസ് കിട്ടിയ കെമിസ്ട്രിക്ക് കിട്ടി. അല്ല, ഇപ്പൊ പ്രിൻസിപ്പൾ ഇംഗ്ലീഷ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുടെ അവസ്ഥയുണ്ട്. ഒരുപാട് ന്യൂനതകൾ അതിനകത്തുണ്ട്. അൺഎയ്ഡഡ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത്ര. അതുപോലെ തന്നെ പല അൺഎയ്ഡഡ് എയ്ഡഡും ഒക്കെ പല സ്കൂളിലും ഈ പുസ്തകത്തിനകത്ത് എന്താ പറയുന്നത്, നമ്മുടെ ലേബർ ഇന്ത്യ വെച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പാഷനോടെ ഒരു ഭ്രാന്ത് പോലെ ഈ വിഷയത്തെ തൊഴിലില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഒരു മേഖലയാണ് അൺഎയ്ഡഡ് എന്ന് പറയുന്ന വിദ്യാഭ്യാസം പലപ്പോഴും. അപ്പോൾ അതിനകത്ത് വ്യത്യാസം ഉണ്ടായിരിക്കും. നല്ല ക്വാളിറ്റി ഉള്ളവരുണ്ട്, വടക്കേ ഇന്ത്യയിലൊക്കെ പഠിച്ച് നല്ല ഹിന്ദി ഇംഗ്ലീഷൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട് ചില സ്കൂളുകളിലൊക്കെ. പക്ഷെ അവർക്ക് വേണ്ടത്ര സാലറി കൊടുക്കുകയോ അവരെ നിലനിർത്തിക്കൊണ്ട് പോവുകയോ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള വിഷയം അതുകൊണ്ടായിരിക്കാം. അപ്പം എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് എന്നും ശുഭപ്രതീക്ഷ തന്നെയാണ്. നമുക്ക് ജനാധിപത്യം ഉണ്ടാകും, നമ്മുടെ യുവാക്കൾ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും, അവരതിന് വേണ്ടിയിട്ട് പോരാടുകയും ചെയ്യും. അതാണ്. അപ്പോൾ സുനിൽകുമാർ സാർ എഴുത്തുകാരനാണ്, നല്ല അധ്യാപകനാണ്, കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് യൂസുഫിനോടും വളരെ പോസിറ്റീവായിട്ടാണ് സാറ് പറയുന്നത്. കാലമൊക്കെ റെഡിയായി വരും, പിള്ളേരൊക്കെ ഉത്തരവാദിത്തമുള്ളവരാവും. അതുകൊണ്ട് തൽക്കാലം കാത്തിരിക്കാം, നമുക്ക് നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.